മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന് കായിക വകുപ്പ് സോഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട്. അർജന്റീന ടീമിനെ എത്തിക്കുന്നതിനായി സ്പോൺസറെ തെരഞ്ഞെടുക്കുന്നതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സുതാര്യമായ രീതിയിലല്ല നടന്നത്. അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്ന സ്പോൺസറുടെ വാഗ്ദാനത്തിന് ആധികാരിക രേഖകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ള അതിവേഗ നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ നടന്നത്. അർജന്റീന ടീം കേരളത്തിൽ കളിക്കണമെങ്കിൽ ഫിഫ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നിർബന്ധമാണ്. എന്നാൽ ഫിഫയുടെ അംഗീകാരമോ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതിയോ ഇല്ലാതെയാണ് അർജന്റീന ടീം എത്തുമെന്ന വാഗ്ദാനവുമായി കമ്പനിയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് നടപടികൾ മുന്നോട്ടു പോയതെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര കരാറുകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും ലംഘിക്കപ്പെട്ടതായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സ്പോൺസറെ തെരഞ്ഞെടുക്കുന്നതിലും സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയെന്നും സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുൻ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാനാണ് പ്രധാന തീരുമാനങ്ങൾ എടുത്തതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മുൻ മന്ത്രി ഇടപെട്ടത്. കത്തിടപാടുകളിൽ ഉൾപ്പെടെ പല കാര്യങ്ങളും വി അബ്ദുൾ റഹ്മാൻ നേരിട്ടാണ് നടത്തിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. മുൻ മന്ത്രിയുടെ യാത്രകളും ഇമെയിൽ ഇടപാടുകളും ഉൾപ്പെടെ പരിശോധിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. അതേസമയം കലൂർ സ്റ്റേഡിയം കൈമാറിയതിലും ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു കണ്ടെത്തൽ. മത്സരമെന്ന് നടക്കുമെന്ന് കൃത്യമായി അറിയാതെയാണ് സ്റ്റേഡിയം കൈമാറിയത്. ഫിഫ മാച്ച് രജിസ്ട്രേഷനോ നിയമ സാമ്പത്തിക വകുപ്പുകളുടെ അനുമതിയോ ഉണ്ടായിരുന്നില്ല. ഇല്ലാതെയാണ് കലൂർ സ്റ്റേഡിയം കൈമാറിയതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കാനുള്ള നീക്കത്തിൽ സർക്കാർ തലത്തിൽ തന്നെ ഗുരുതരമായ നടപടിക്രമ ലംഘനങ്ങളും വീഴ്ചകളും ഉണ്ടായെന്നാണ് കായിക വകുപ്പ് സോഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്.